നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മമ്മൂക്കയുടെ ഗെയിം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ബസൂക്ക എന്ന സിനിമ പാക്കപ്പ് ആയത്. ഷൂട്ടിംഗ് പൂർത്തീകരിച്ച് റിലീസിന് തയ്യാറെടുക്കുന്ന മമ്മൂക്ക സിനിമകൾ ഇപ്പോൾ രണ്ടാണ്. അതിലൊന്ന് വൻപൻ ബഡ്ജറ്റിലൊരുങ്ങിയ മാസ് ചിത്രമായ ടെർബോയും അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ബസൂക്ക എന്ന ചിത്രം. ബസൂക്ക എന്ന സിനിമയുടെ അപ്ഡേറ്റുകൾക്കും റിലീസ് അപ്ഡേറ്റുകൾക്കും വേണ്ടി ഒരുപാട് പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ഭാഗത്തുനിന്നും പുറത്തു വന്ന ഒഫീഷ്യൽ പോസ്റ്റർ അടക്കം ഷൂട്ടിംഗ് സ്റ്റില്ലടക്കം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഏകദേശം 90 ദിവസം കൊണ്ടാണ് ബസൂക്ക സിനിമയുടെ മുഴുവൻ ഷൂട്ടിംഗും പൂർത്തീകരിച്ചത്. കൂടാതെ വൻപൻ താരനിരയാണ് ഈ ഒരു ചിത്രത്തിൽ അണിനിരക്കുന്നത്. പ്രശസ്ത സംവിധായകൻ ഗൗതം വാസുദേവ് മേനോനും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ തന്നെ എത്തുന്നുണ്ട്. ബെഞ്ചമിൻ ജോഷുവ എന്ന കഥാപാത്രമായിട്ടാണ് അദ്ദേഹം ചിത്രത്തിൽ എത്തുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്ററും അന്ന് പുറത്തു വന്നിരുന്നു. ഏകദേശം ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു കഥാപാത്രമായിട്ടാണ് അദ്ദേഹം എത്താൻ പോകുന്നതെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ബസൂക്ക സിനിമയുടെ റിലീസ് പ്ലാൻ ചെയ്യുന്നത് ഈ വരുന്ന ഓണം റിലീസായിട്ടാണ്. പുതുമുഖ സംവിധായകനായ ഡിനോ ഡെന്നിസിന്റെ സംവിധാനത്തിൽ പൂർണ്ണ തൃപ്തനാണെന്ന് മമ്മൂക്ക കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ അറിയിച്ചതുമാണ്. പുതിയ കാലഘട്ടത്തിലെ സിനിമ ആസ്വാദകർക്ക് പെട്ടെന്ന് തന്നെ ഇണങ്ങിച്ചേരാൻ കഴിയുന്ന ഒരു കഥാസന്ദർഭമാണ് ബസൂക്കയിലുള്ളത്. എന്നാൽ മലയാള സിനിമാ പ്രേമികൾ മലയാളത്തിൽ അധികമൊന്നും കണ്ടുവരാത്ത ഒരു കഥാകൃത്തവും. മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രമായ നിസാം ബഷീർ സംവിധാനം ചെയ്ത റോഷക്കിലെ മ്യൂസിക് ഡയറക്ടറായ മിഥുൻ മുകുന്ദൻ തന്നെയാണ് ഈ ഒരു ചിത്രത്തിലും മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും മമ്മൂക്ക ആരാധകരും സിനിമാ പ്രേമികളും വളരെയധികം പ്രതീക്ഷയോടെ തന്നെയാണ് ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റിനും വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ആരൊക്കെയാണ് ബസൂക്ക എന്ന ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.